കോളേജ് പ്രൊഫസർക്ക് നേരെ വധശ്രമം. പ്രതിക്ക് 2 വർഷം കഠിന തടവ്. പ്രൊഫസർ രാജശേഖര മേനോനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി വില്യം പേട്ടയ്ക്ക് തിരുവനന്തപുരം സെഷൻസ് കോടതി 2 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കും. ചേട്ടാ പ്രൊഫസർ, ഞാൻ സാറിനെ കാത്തിരിക്കുകയായിരുന്നു. നന്നായി സാറേ. എത്ര വലിയവൻ്റെ മകനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം. ദേ പത്രത്തിൻ്റെ ആദ്യ പേജിൽ തന്നെ ഉണ്ട് അലക്സാണ്ടർ പേട്ടയുടെ മോൻ്റെ പടവും വാർത്തയും. ഫ്രണ്ട് പേജിലുണ്ടോ? നോക്കട്ടെ. ഓഹോ, വലിയ വാർത്തയാണല്ലോ. മക്കളെ നോക്കിയേ. വീട്ടിൽ വരുത്തുന്ന പത്രത്തിൽ ചെറിയ വാർത്തയുള്ളൂ, അതും അകത്തെ പേജിലാ. കേരളദേശത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു വാർത്ത. പേപ്പർ സാറിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കോളേജിൽ കൊണ്ടുപോയി വിശദമായിട്ട് വായിക്കാം. ചതിയിലൂടെ പണക്കാരനായ ആളാ അലക്സാണ്ടർ പേട്ട. ഇട്ടുമൂടാൻ പണമുണ്ടായിട്ടും അയാളുടെ പ്രവൃത്തിയിൽ ഒരു മാറ്റമില്ലെന്നാണ് എല്ലാവരും പറയുന്നു. അതുകൊണ്ട് സാറ് കരുതിയിരിക്കണം. ഏത് രൂപത്തിലാ സാറിനെതിരെ അയാൾ പ്രവർത്തിക്കാന്ന് പറയാനൊക്കില്ല. എനിക്കാരെയും പേടിയില്ല ഗോപാല. ഞങ്ങൾ പൊക്കോട്ടെ. വാ മക്കളെ. എന്നാലും അലക്സാണ്ടർ പേട്ടയോട് ഏറ്റുമുട്ടിയ ഈ മേനോൻ സാറിന്റെ ചങ്കൂറ്റം സമ്മതിക്കണം. ഒന്ന് പെട്ടെന്നാട്ടെ. ഗോപാലേട്ടാ, മേനോ സാറുമായിട്ട് നിങ്ങൾ നല്ല അടുപ്പത്തിലായിരിക്കും. പക്ഷേ ഇനി അടുപ്പം കുറച്ച് കുറയ്ക്കുന്ന നല്ലത്. സാറിന്റെ കളിയെ അലക്സാണ്ടർ പേട്ടയോടാ. അങ്ങേര് തിരിച്ചടി തുടങ്ങിയാലേ അടി കിട്ടുന്ന മേനോ സാറിന് മാത്രം ആയിരിക്കാല, അങ്ങേരുമായിട്ട് അടുപ്പമുള്ള എല്ലാവർക്കും കിട്ടുമടി. കിട്ടിക്കോട്ടെ, അത് ഞാനങ്ങ് സഹിച്ചു. നിങ്ങൾ പോയേ വാടാ. രാവിലെ ഇറങ്ങിക്കോളും മാന്യന്മാരെ കരുതേക്കാനായിട്ട്. ഇവനൊക്കെ വേറെ പണിയൊന്നുമില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വില്യത്തിന്റെ ഫ്രണ്ട്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഹാപ്പിയാ. അവൻ ഈ ശിക്ഷ നേരത്തെ കിട്ടേണ്ടതായിരുന്നു. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ വിഷയം സംസാരിക്കാം. അതിവിശിഷ്ടമായ ഒരു സൃഷ്ടി ഞാൻ സാറിനെ ഏൽപ്പിച്ചിട്ട് 2-3 ദിവസമായി. ഇതുവരെ റിസൾട്ട് കിട്ടിയില്ല. റിസൾട്ട് പറയാനുള്ള മടി കൊണ്ട് മുങ്ങി നടക്കാണോ? മുങ്ങി നടക്കേണ്ട ആവശ്യമില്ല ദേവയാനി. മേനോൻ സാറിന്റെ കുടുംബത്തിന് ഇപ്പൊ വിജയ ദിവസങ്ങളാ. അച്ഛൻ കേസിൽ വിജയിച്ചു, മകൾ സാഹിത്യത്തിൽ വിജയിച്ചു. റിയലി? ഇറ്റ്സ് റിയലി ഫാന്റാസ്റ്റിക്. വിശേഷണത്തിനായി മറ്റെന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അത്രയ്ക്ക് മനോഹരം. ഒന്നല്ല, ഒരുപാട് തവണ വായിച്ചു തന്റെ കനലാട്ടം. ഇത്രയ്ക്കൊരു തീപ്പൊരു ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളാണ് ദേവയാനി എന്ന് അറിഞ്ഞിരുന്നില്ല. ചേച്ചി, ഈ സംസാരിച്ചാല് ആത്മാർത്ഥത ഉണ്ടോ? ഉണ്ടെന്നാ തോന്നുന്നേ. പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാടോ. അനന്ത സാധ്യതയുള്ള നോവലാ അത്.
പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പികൾ ഒരുപാട് വിറ്റഴിയും. അതുകൊണ്ട് ഞാൻ ആ നോവൽ നല്ലൊരു പബ്ലിഷിംഗ് കമ്പനി ഏൽപ്പിച്ചു. അത്രയ്ക്കൊക്കെ മുന്നോട്ട് പോയോ ശിവൻ? സാഹിത്യ സൃഷ്ടികൾ കയ്യിൽ വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല. അത് പ്രദർശിപ്പിക്കേണ്ട സമയത്ത് പ്രദർശിപ്പിക്കണം. അല്ല, പബ്ലിഷിംഗ് കമ്പനി ഏതാന്ന് ചോദിച്ചില്ല. നല്ല പാർട്ടികളാണോ? ആ, നല്ലവരെ ഞാൻ അപ്രോച്ച് ചെയ്യാറുള്ളൂ. MC ബുക്സ് കേട്ടിട്ടുണ്ടോ? MC ബുക്സ്? ശിവൻ എന്താ തമാശ പറയാണോ? ആ, സത്യം പറയുമ്പോ അത് തമാശയായിട്ട് ഫീൽ ചെയ്താ ഞാൻ എന്താ ചെയ്യാ? MC ബുക്സിന് തന്റെ നോവൽ കൊടുത്തു എന്ന് മാത്രമല്ല, അത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. MC ബുക്സിന്റെ MD മിസ്റ്റർ സേവ്യർ ദേവയാനിയെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. വിരോധമില്ലെങ്കിൽ ഇന്ന് തന്നെ പോവാം. ഇന്നിപ്പോ സിറ്റി വരെ പോകുന്ന ദൂരം. ലഞ്ച് ബ്രേക്കിന് പോയിട്ട് വരാവുന്നേ ഉള്ളൂ. ചേച്ചി പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അച്ഛനോട് ചോദിച്ച അനുവാദം കിട്ടില്ല. കഥ എഴുതുന്നതും നോവൽ എഴുതുന്നതും ഒക്കെ അച്ഛന് ഇഷ്ടം. പക്ഷേ മകള് വലിയൊരു സാഹിത്യകാരിയാവുന്നതിൽ അശേഷം താല്പര്യമില്ല. അപ്പൊ അച്ഛനറിയാതെ പോണം. ഇന്ന് തന്നെ പോണോ ശിവ? ഗോൾഡൻ ചാൻസാ കിട്ടിയിരിക്കുന്നത്. ദിവസങ്ങളെ മാറ്റിവെക്കുന്നത് നന്നല്ല. മനുഷ്യന്റെ ഇംപ്രഷൻ പോവാൻ അധിക സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് പോവുക. അതുകൊണ്ട് എന്താ കുഴപ്പം? കൂട്ടിന് ചേച്ചി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. ഒരു നല്ല കാര്യത്തിനല്ലേ, ഞാൻ വരാം. ആ, അപ്പൊ പ്രോഗ്രാം ഫിക്സ് ചെയ്തു. ഇനി മാറില്ലല്ലോ. ഇല്ല. ആ, ദേ കാര്യമൊക്കെ ശരിയാ. തന്റെ ഭാവി ശോഭനമാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. വലിയ നോവലിസ്റ്റ് ആകുമെന്നുള്ള കാര്യത്തിൽ രണ്ട് അഭിപ്രായവും ഇല്ല. ഉയരങ്ങളിലേക്ക് പറക്കുമ്പോ മറക്കരുത് ഈ സഹൃദയനെ. സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ നന്ദിയില്ലാത്തവരാണെന്ന് പൊതുവേ ഒരു ചൊല്ലുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉയരാൻ കഴിയുന്നു. അതുകൊണ്ട് മിക്കവാറും ഒരു അവഗണന പ്രതീക്ഷിക്കാം. ആ, ദേവു, ദേ ആലിസ്. കൺഗ്രാറ്റുലേഷൻസ്, നീ തന്നെ ജയിച്ചു ദേവു. അർഹിക്കുന്ന ശിക്ഷ തന്നെ വില്യത്തിന് കിട്ടി. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. അതിൽ വേദനിച്ചിട്ട് കാര്യമില്ല. സോ എനിക്ക് വേദനയില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സമയമെടുത്തതുകൊണ്ടാ വെറുതെ നീയുമായി വഴക്കിട്ടത്. ഇതൊരു നല്ല മാറ്റമാണല്ലോ. കുടുംബത്തോടെ ഒരു മാറ്റം. ഇന്നലെ തന്നെ ഡാഡി വീട്ടിൽ വന്നിരുന്നു. ഉവ്വ്, ഞാൻ അറിഞ്ഞു. ഡാഡി ഇതൊക്കെ ആത്മാർത്ഥമായിട്ടാ കേട്ടോ. ഇനി ഈ വിഷയത്തിൽ തന്നോട് കയർക്കാൻ ഞാൻ ആളല്ല. ക്ലാസ്സിൽ എന്നും നമ്മള് കീരിയും പാമ്പുമായിരുന്നു. ഒക്കെ ഞാൻ നിർത്തി. ഇനി മുതൽ കൃത്യസമയത്ത് ക്ലാസ്സിൽ വരിക, പഠിക്കുക, പോവുക. വെറുതെ കുറെ അടിച്ചു പൊളിച്ച് നടന്നിട്ട് എന്താ കാര്യം? നമ്മളിനി നല്ല സുഹൃത്തുക്കളായിരിക്കും. ദേവയാനി പഴയതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്, ഓക്കെ? ഈ മാറ്റം കണ്ടിട്ട് ശിവനെന്ന് തോന്നുന്നു. മകൻ ശിക്ഷിക്കപ്പെട്ടപ്പോ ഡാഡി വന്ന് ക്ഷമാപണം നടത്തുക, പെങ്ങള് വന്ന് ക്ഷമാപണം നടത്തുക. സംതിങ് റോങ്. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവരാണ് പേട്ട കുടുംബക്കാരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആലീസിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യണ്ട. തെല്ലൊരു അകലം പാലിക്കുക, അതാ നല്ലത്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്തൊക്കെയാ അലക്സാണ്ടറെ വിശേഷങ്ങൾ? നമുക്ക് എന്തോന്ന് വിശേഷം സാറേ, ആകെയുള്ള ഒരു ആന്തരികം ഇവിടെ ആയിപ്പോയില്ലേ. അയാളുടെ കാര്യമോർത്ത് വിഷമിക്കണ്ടെന്ന് ഞാൻ എത്ര പ്രാവശ്യം അലക്സാണ്ടറോട് പറഞ്ഞതാ. വില്യത്തിന് ഇവിടെ ഒരു കുറവുമില്ല. VIP ട്രീറ്റ്മെന്റ് തന്നെയാ കൊടുക്കുന്നത്. അതുകൊണ്ടായില്ലല്ലോ സാറേ. ജയിലിലെ ജീവിതം സ്വർഗമായാലും ബന്ധനം ബന്ധനം തന്നെയല്ലേ. എന്റെ മകനിപ്പോ കോടതി ശിക്ഷിച്ച പ്രതിയല്ലേ. ആ ഒരു മേൽവിലാസം അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റുമോ? എവിടെ അവൻ? എനിക്ക് അവനെ ഒന്ന് കാണണം. ഡോ, എന്ത് സാർ? ആ വില്യത്തിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. ശരി സാർ. ജയിലിൽ വന്ന് മോനെ കാണാനുള്ള മനക്കരുത്തില്ലാത്തതുകൊണ്ടാ അവന്റെ മമ്മി ഇങ്ങോട്ട് വരാത്തത്. ആൾക്കാരുടെ ചോദ്യത്തെ ഫേസ് ചെയ്യാൻ വയ്യാത്തോണ്ടാ ഞാനിപ്പോൾ അധികം ഒന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല. അബ്കാരി കോൺട്രാക്ടർ അലക്സാണ്ടറുടെ തല കുമ്പിട്ട് കാണാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ ചിരിച്ചു രസിക്കാൻ ഒരു കഥയായി. എന്തിനാ അലക്സാണ്ടർ വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നേ? കണ്ണടച്ച് തുറക്കും മുമ്പേ അവനിങ്ങ് പുറത്തു വരില്ലേ? മോനെ, ഡാഡിയെ പോന്നു. ദേ വന്നതേ ഉള്ളു മോനെ.
ഡാഡി വലിയൊരു കർമ്മം ചെയ്യാനുള്ള തയ്യാറെടുപ്പില്ല. അതിനു മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഡാഡിയുടെ വാശിയും വൈരാഗ്യം ഇരട്ടിക്കും. പിന്നെ ആർക്കെതിരെ ഞാൻ എന്തും ചെയ്യും. ഡാഡി വെറുതെ വെല്ലുവിളിച്ചു നടക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കാണിക്കേ. അതിന് കഴിയുന്നില്ലെങ്കിൽ എന്നെ ഈ ജയിലിൽ നിന്ന് പുറത്താക്കിയതാ. പിന്നെ ഞാൻ നിശ്ചയിച്ചോളാം പ്രൊഫസറുടെയും മക്കളുടെയും വിധി. ഡാഡിയെ നീ അങ്ങനെ കുറച്ച് കാണാതെ മക്കളെ. എടുത്തു ചാട്ടം ഞാൻ കാട്ടാറില്ല നിന്നെ പോലെ. ഏറെ ചിന്തിച്ച് ഒരുപാട് സുഹൃത്തുക്കളുമായി ആലോചിച്ച ശേഷമേ ഞാൻ എന്തും ചെയ്യാറുള്ളൂ. ചെയ്യുമ്പോ തെളിവ് പോലും ബാക്കി കാണില്ല. എങ്കിൽ പറയുന്ന പോലെ പ്രവർത്തിച്ചിട്ട് ഡാഡി എന്നെ കാണാൻ വാ. അതുവരെ എനിക്ക് ആരെയും കാണണ്ട, ആരുടെയും വേണ്ട. അലക്സാണ്ടറെ, ജയിലിൽ കിടക്കുന്നതിന്റെ ഫ്രസ്ട്രേഷൻ നന്നായിട്ടുണ്ട് വില്യത്തിന്. ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരോടും ചൂടാവാറുണ്ട്. അല്ല, സാറ് വിചാരിച്ചാൽ അവനെ 1-2 ദിവസത്തേക്ക് പുറത്തിറക്കാൻ കഴിയില്ലേ? അത് ഇതെന്താ അത്ര വലിയ ആനക്കാര്യം മറ്റോ ആണോ? ജയിലിൽ കിടക്കുന്ന പ്രതിയെ പുറത്തിറക്കിയിട്ട് ഞാൻ തന്നെ എത്ര എണ്ണത്തിന്റെ കൈയും കാലും വെട്ടിയെടുത്തിരിക്കുന്നേ. കാര്യം നടത്തി കഴിഞ്ഞാൽ അവന്മാര് മാന്യമായി തിരികെ ജയിലിൽ വന്ന് കിടക്കുകയും ചെയ്യും. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇപ്പോ വില്യം ഇങ്ങോട്ട് വന്നേലേ ഉള്ളൂ. ഇത് വെച്ചോ. ഇപ്പൊ എന്റെ മോൻ എന്റെ മുന്നിൽ നിന്ന് കല്ലുള്ളി പോയത് കണ്ടോ? ആ ദേഷ്യം താൽക്കാലികമാണ്. ഇനി എന്റെ മോന്റെ ചിരിച്ച മുഖം കാണാനല്ലാതെ ഞാൻ ഇവിടേക്ക് വരില്ല. വരാൻ എനിക്ക് കഴിയില്ല. അച്ഛനറിയാതെ ആദ്യമായിട്ടാ പുറത്തേക്ക് പോകുന്നത്. ഉടനെ തിരികെ പോരാലോ അല്ലേ? എന്താ ദേവയാനി ഇത്? കല്യാണി ഇങ്ങനെ ചോദിച്ചെങ്കിൽ അത് മനസ്സിലാക്കാമായിരുന്നു. ഇത് താനും ഇങ്ങനെ തുടങ്ങിയാലോ? ഞാൻ വാക്ക് പറഞ്ഞ അത് വാക്കായിരിക്കും. ദേ, ക്ലാസ് ടൈമിന് 1 മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ തിരിച്ചെത്തിയിരിക്കും. അത് മതി. കേട്ടോ കല്യാണി, നോവൽ എഴുതിയതും പ്രശസ്തയാവാൻ പോകുന്നതൊക്കെ ഇയാളാ. എന്നിട്ടിപ്പം അത് പബ്ലിഷ് ചെയ്യേണ്ടത് എൻ്റെ ആവശ്യം പോലെ ആയി. ഒരു ഗതികേടേ. ഇവിടെ നിർത്തിക്കൊള്ളൂ കേട്ടോ. എത്രയായി? 50. ശരി. ആ, ഇതാണ് MD യുടെ വീട്. ശിവൻ പറഞ്ഞ പോലെയല്ല, നല്ല ദൂരമുണ്ട്. തിരിച്ച് കോളേജിലെത്തുമ്പോ വൈകും. അതൊന്നും ഇല്ലെന്നേ. എന്തൊരു പേടിയത്. വാ ചേച്ചി. ആരാ? എൻ്റെ പേര് ശിവൻ. ഏലിയ സാർ വരാൻ പറഞ്ഞിരുന്നു. ഓ, സാറകത്തുണ്ട്. വാ. ആ, വലിയൊരു മനുഷ്യനെ കാണാൻ പോകുന്നത്. ഭവ്യത കളയരുത്. ആരാ? ഏലിയ സാർ വരാൻ പറഞ്ഞിരുന്നു. ശിവനെന്നാണോ പേര്? അതെ. ആ, വരുമെന്ന് പറഞ്ഞിരുന്നു. ആ അല്ല, ഇവരിൽ ആരാ ദേവയാനി? ആ, ദേ ഇദ്ദേഹമാ. നോവല് ഞാനും വായിച്ചോട്ടോ. വളരെ നന്നായിട്ടുണ്ട്. മോള് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാ മതി. അല്ലെങ്കിലേ ഏലിയ സാർ അങ്ങനെയൊന്നും ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. മോള് വാ, വരൂ. പഠിത്തം മാത്രമല്ല, സാഹിത്യവാസനയുണ്ടല്ലേ? വന്നത്. ഉടൻ തന്നെ തിരിച്ചു പോണം. അതിനെന്താ, ഏലിയ സാറിന് ദേവയാനി ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. അതിന്റെ ഒരു 300 കോപ്പി എടുക്കണം. പത്രത്തിലൂടെ നല്ല പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് പെട്ടെന്ന് വിറ്റഴിയും. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ, വാ. സാറ് പ്രതീക്ഷിച്ചിരുന്ന ആളെത്തി. സർ, ഇതാണ് ദേവയാനി. ആ, ഹലോ ദേവയാനി. ഹലോ. ഇരിക്കണം. നോവല് ഞാൻ വായിച്ചു. എത്രയോ കാലമായി ഇത്രയും ഉദാത്തമായൊരു സൃഷ്ടി കൈ കിട്ടിയിട്ട്. എഴുതിയതൊരു സ്ത്രീയാണെന്ന് പറയില്ല. ഭാഷാശൈലി അത്രയ്ക്ക് മനോഹരം. താങ്ക് യു സർ. അല്ല, ഇതാരാ? ഇത് ദേവയാനിയുടെ ചേച്ചി കല്യാണി. ചേച്ചിയുടെ ഹെൽപ്പോട് കൂടിയാണോ അനിയത്തി നോവൽ എഴുതിയത്? അയ്യോ അല്ല സർ. ആ സർ, ഇന്നലെ ഞാൻ സാറിനെ വിളിച്ചപ്പോ പബ്ലിഷ് ചെയ്യാൻ തയ്യാറായ പുതിയ കുറെ ബുക്സിന്റെ കോപ്പി എനിക്ക് തരാന്ന് പറഞ്ഞിരുന്നു. ഓഫ് കോഴ്സ്. ഒക്കെ ഇംഗ്ലീഷ് ബുക്കുകളാ. ആ, ശിവനെ നമ്മുടെ ലൈബ്രറി ഒന്ന് കാട്ടി. ശരി, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തോ. വരൂ ശിവ. ആ, ഞാനിപ്പോ വരാം. ആ മങ്കേ, കുട്ടികൾക്ക് കുടിക്കാൻ ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുത്തോളൂ. കൊണ്ടുവരാം.
ശിവൻ താഴോട്ട് നിന്നോളൂ, ഞാൻ ഇപ്പൊ വരാം. ശരി. നിങ്ങൾക്കുടനെ പോകേണ്ടതല്ലേ? അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആക്ച്വലി ദേവയാനി എഴുതിയ നോവലിന്റെ പേരെന്താ? കനലാട്ടം. ഖനലാട്ടം. നല്ല അസല് പേര്. കനലാടിയത് കല്യാണിയോ ദേവയാനിയോ? അതോ രണ്ടാളും ഒരുമിച്ചോ? സാറെന്താ ഇങ്ങനെയൊക്കെ? കാരണമുണ്ട്. ജീവിതത്തിൽ ഇതുവരെ ആരുടെ നോവലും വായിച്ചിട്ടില്ലാത്തൊരു സാധുവാണ് ഞാൻ. പരമസാത്വികൻ. അപ്പോ ദേവയാനിയുടെ നോവൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ നോവലിനെ കുറിച്ച് അറിയണം, നോവലിലെ കഥാപാത്രങ്ങളെ കുറിച്ച് അറിയണം. എങ്ങനെ? അതല്ലേ അതിന്റെ ഒരു ചടങ്ങ്. എഴുന്നേറ്റോ, ഇരിക്കു കുട്ടികളെ. ആരാ നിങ്ങള്? എന്തിനാ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? പറയാം, ഒക്കെ പറയാം. ഞാൻ ഏലിയാസ് അല്ല, MC ബുക്സിന്റെ MDയും അല്ല. എന്റെ പേര് നന്ദഗോപൻ എന്ന. നിങ്ങൾ മാറി, ഞങ്ങൾക്ക് പോണം. അതിനെന്താ, പോകാലോ. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യും. ശിവനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്താ ഒരു സൈറൻ? എന്നിട്ടാണോ നിന്റെയൊക്കെ ഈ അഴിഞ്ഞാട്ടം? സത്യമായി ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. എന്റെ ഒരു നോവൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സത്യം ഞങ്ങൾ പറയുന്നത്. എന്തോന്ന് സത്യം? മങ്കമ്മയുടെ കസ്റ്റഡിയിൽ വരുന്നവളുമാര് ഏത് നോവലായിരുന്നു എല്ലാവർക്കും അറിയാം. സർ, ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ. കോളേജ് പ്രൊഫസറാ ഞങ്ങളുടെ അച്ഛൻ. ആഹാ, എന്നിട്ടാണ് ഇത്രയും ധൈര്യമായിട്ട് ഇറങ്ങി തിരിച്ചത്? പ്രൊഫസറുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ വിഷയമാണോ? ശിവനല്ല, വിഷ്ണു. വാടിക്കടി, എല്ലാത്തിനും പിടിച്ച ജീവ കേട്ട് ഇങ്ങോട്ട് നടക്കടാ. മോങ്ങാതെ ജീപ്പ് കയറി. മറ്റുള്ളവന്മാരെ കൂടെ നിർത്ത് നിർത്ത് നിർത്ത്. രാമേ, ഞാൻ ഫോൺ ചെയ്തിട്ട് വരാം. എവളുമാരെ 10 ആൾക്കാരെ കാണിച്ചു തരാം. എന്താ എന്താ സാറേ? ശിവപുരം ബംഗ്ലാവിൽ റെയ്ഡ് നടത്തി, അവിടുന്ന് പൊക്കിയതാ. മുഖം മറയ്ക്കുന്നോ? ഷാൾ മാറ്റടി. നിന്നെയൊക്കെ നാട്ടുകാരൊന്ന് കാണട്ടെ. മുഖപരിചയം ഉണ്ടായാലേ അവർക്കൊന്നും അബദ്ധം പറ്റില്ലല്ലോ. മാറ്റടി അങ്ങോട്ട്. പറഞ്ഞു കേൾക്കാൻ വയ്യോടി. കോളേജിൽ പോണെന്ന് പറഞ്ഞ് ഓരോരുത്തരും ഇറങ്ങും. നിന്റെയൊക്കെ തിരുമുഖം ഈ ജനങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. ഇവളെയൊക്കെ കണ്ടാ പറയോ ഇത്തരക്കാരിയാണെന്ന്? ഇതൊക്കെ കോളേജിൽ പോണത് പഠിക്കാനൊന്നുമല്ല. എന്തിനാടി ഇത്ര നാണിക്കുന്നത്? ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോ നിനക്കൊക്കെ ഒരു നാണം ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ എവിടുന്ന് വന്നടി ഇത്ര നാണം? പണ്ടോമാരെ കൂടെയൊക്കെ അഴിഞ്ഞാടി നടന്നിട്ട് ഇപ്പൊ മോങ്ങുന്നോ കിടന്നു? നിർത്തടി നിന്റെ കരച്ചില്. നിർത്താനല്ലേടി പറഞ്ഞത്? രണ്ടെണ്ണോ കിടന്ന് കുഞ്ഞുന്നുണ്ടില്ലേ? ഹലോ. ആ, ഞാനാ മുതലാളി വിശ്വൻ. എന്തായി വിശ്വൻ? എവറിത്തിങ് ഓക്കെ. രണ്ടാളും ഇപ്പൊ പോലീസ് ജീപ്പിൽ ഇരിക്കുക. ആൾത്തിരക്കുള്ളടത്തൊക്കെ വണ്ടി നിർത്തില്ലാന്ന് വിചാരിച്ചു. ഇവളുമാരെ ആൾക്കാരത് കാണട്ടെ. ഓഹ്, എന്റെ പൊന്നേ, എനിക്ക് സന്തോഷമായി വിശ്വം. അവളുമാരെ കൈകാര്യം ചെയ്യേണ്ട രീതിയിലും കൈകാര്യം ചെയ്തേക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മുറ പോലെ നടത്തിക്കോളാം. പിന്നെ സ്റ്റേഷനിൽ എത്തിക്കുന്നത് ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല. അതിനിടയിൽ ചെറിയൊരു പൊടിക്കൈ ഞാൻ പ്രയോഗിച്ചോട്ടെ? ഓക്കെ മുതലാളി. നിന്റെയൊക്കെ കൂടെ ഇനി എത്ര എണ്ണം കൂടെ ഉണ്ടടി? മതി മതി, എല്ലാരും കണ്ടില്ലേ? പോണം. മതി.
എല്ലാരും മാറി നിൽക്കണോ? ആ സിറ്റിയിലൂടെ ഒരു ഓട്ടോ പ്രദർശനം നടത്തിയിട്ട് സ്റ്റേഷനിലേക്ക് പോയത്. ആള് കൂടുന്നോടത്തൊക്കെ ജീപ്പ് നിർത്തണം. ശരി സാർ. മതിയടി കരഞ്ഞത്, നിർത്തി കരച്ചില്ലേ. പ്രൊഫസറുടെ മക്കളാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? കയ്യിലിരുന്ന് നോക്കണേ. കണ്ട വല്ല കുറവുണ്ടോ? രണ്ടും എത്ര നാളായടി ഈ തൊഴിലിന് ഇറങ്ങിയിട്ട്? രണ്ടാളും നന്നായി സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടാവും. നിന്റെയൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആയില്ലേ?